പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയും ശനിയുമായി നമ്മൾ ഞായറാഴ്ചത്തെ എവൻഗേലിയനെ ധ്യാനിച്ചു പോന്നു. നമ്മൾ തുടർന്നു പോന്ന പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചുള്ള തിരുവചന സന്ദേശം നമ്മൾ ഇന്ന് ശ്രവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ പ്രാർത്ഥനാ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട രീതികളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കൂടുതൽ ആത്മാ നിറവിൽ പ്രാർത്ഥിക്കുവാൻ ഈ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾ കൂടുതൽ പഠിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവത്തിന് മുമ്പാകെ വെച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വയം പ്രാർത്ഥിക്കുവാനും പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഞങ്ങൾ ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കുവാനും എല്ലാം വലിയ കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിവിധികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭഗ്നാശരാകാതെ, നിരാശപ്പെടാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു ഒരു ഉപമ പറഞ്ഞത് ഇപ്രകാരമാണ്. ഒരു ന്യായാധിപനും വിധവയും ഉള്ള സംഭാഷണമാണ് പ്രാർത്ഥനയായിട്ട് അല്ലെങ്കിൽ ഉപമയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. നിരാശപ്പെടാതെ, ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഒരനുഭവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്തോറും കർത്താവ് നമുക്ക് തൻ്റെ വാതിൽ തുറന്നു തരുമെന്നാണ് ഇവിടെ പറയുന്നത്. നീതിരഹിതനായ ഒരു ന്യായാധിപൻ പറഞ്ഞത് എന്തെന്നാൽ, ശ്രദ്ധിക്കുവിൻ, അങ്ങനെ എങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതൊരു ചോദ്യചിഹ്നമാണ്. മനുഷ്യപുത്രൻ ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം മനുഷ്യർക്ക് നൽകിയെങ്കിലും വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. എന്താണ് അവിടെ പറയുന്നത്? ഈ വളരെ മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഒരു ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വിധവ ചെന്ന് മുട്ടിപ്പായി തൻ്റെ എതിരാളിക്കെതിരെ നീതി നടത്തപ്പെടണമെന്ന് അപേക്ഷിക്കുകയാണ്. കുറേ നാളത് ഗവനിച്ചില്ല. പിന്നീട് അവൻ എങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ മാനിക്കൊന്നുമില്ല, എന്നിട്ടും ഈ വിധവയുടെ അപേക്ഷ ശല്യമായി തോന്നിയിട്ട് മേലിൽ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് നടത്തിക്കൊടുക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു അനീതി നിറഞ്ഞ ഒരു മനുഷ്യൻ, യാതൊരു മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് താൻ എത്ര അധികമായി നീതി നടത്തി കൊടുക്കും. അതുകൊണ്ട് നമുക്ക് നീതി കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു പ്രാർത്ഥന. നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരു വിഷയത്തിൽ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 4-5 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഉപേക്ഷിക്കും. ഇനി ദൈവത്തിൻ്റെ ഇഷ്ടം പോലെയൊക്കെ ആകട്ടെ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ നമ്മൾ വെക്കും. പക്ഷെ അത് പോരാ, നമ്മൾ തീക്ഷ്ണമായി ആ വിഷയത്തിൽ തന്നെ നിലകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്.
ഹല്ലേലൂയ. പിന്നെ ഇനി മറ്റൊരു പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം ഇവിടെ യേശു പറയുന്നത് 9-ാമത്തെ വാക്യമാണ്, 18:9. ലൂക്കോസിൻ്റെ സുവിശേഷം 18:9. അവിടെ പറയുന്നത്, മറ്റുള്ളവർ നോക്കി നമ്മളെ പ്രശംസിക്കാൻ തക്കവണ്ണം നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നാണ്. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയല്ല, ഈ ചുങ്കക്കാരനെ പോലെയുമല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ചുങ്കക്കാരനായിട്ട് ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടത് ഇത്രയാണ്: പാപിയായൻ്റെ മേൽ കരുണയുണ്ടാകണമേ, പാപിയായൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഇത്രയും പറഞ്ഞാൽ മതി. ഞാൻ വിശുദ്ധ ജോൺ ക്ലിമാക്കോസിൻ്റെ ദിവ്യാരോഹണത്തിൻ്റെ ഗോവണി എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഒരു മനുഷ്യൻ ആ വിശുദ്ധൻ്റെ ആശ്രമത്തിൽ സന്യാസിയാകണമെന്ന് ആഗ്രഹിച്ച് അവിടെ ചെന്നു. അപ്പോൾ അവിടെ ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞു, ഇവിടെ നിങ്ങളെ സന്യാസിയായിട്ട് എടുക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് വാതിൽ കാവൽക്കാരനായിട്ട്, ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം, അവിടെ കടന്നു വരുന്നവരോടും കടന്നു പോകുന്നവരുടെയും അടുക്കൽ ഓടിച്ചെന്ന് മുട്ടുകുത്തി അവരുടെ പാദം ചുംബിച്ചുകൊണ്ട് പറയണം, ഞാൻ മഹാപാപിയാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് കരുണ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയണം. ഈ മനുഷ്യൻ മനസ്സല്ല മനസ്സോടെ അത് അംഗീകരിച്ചു. അദ്ദേഹത്തിന് ശേഷിക്കുന്ന ജീവിതം. അപ്പോൾ അദ്ദേഹം വലിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, മജിസ്ട്രേറ്റായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യന് ഈ വിശുദ്ധൻ കണ്ടതാണ്, ആ മനുഷ്യന് ഒരുപാട് അഹങ്കാരം, സ്വയം നീതീകരണം, ഞാൻ വലിയ പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഞാൻ ചെല്ലുമ്പോൾ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ നൽകി ആശ്രമത്തിൽ എടുക്കുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സ്ഥലത്തൊക്കെ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരാൾ വൈദികനാകുകയോ, അല്ലെങ്കിൽ ഒരാൾ അച്ഛനൊക്കെ ആകുകയോ സിസ്റ്ററൊക്കെ ആകുമ്പോൾ പറയുന്നതല്ലേ, ഡോക്ടറായിരുന്നു, മുമ്പ് എൻജിനീയറായിരുന്നു, അങ്ങനെ വലിയ വലിയ ആളുകളായിരുന്നു ഇവർ, ഇപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്ന് പറഞ്ഞ് അവരുടെ മുൻകാല ചരിത്രങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഒരു രീതിയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ വിശുദ്ധൻ്റെ ആശ്രമത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആ വിശുദ്ധൻ്റെ അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിരുന്നു, പക്ഷേ അതൊന്നുമല്ല അവിടെ. അദ്ദേഹത്തിന് വിനയമാണ് ആവശ്യമെന്ന് അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം ആശ്രമത്തിലേക്ക് വരുന്നവരോടും പോകുന്നവരോടും ഈ മനുഷ്യൻ കുമ്പിട്ട് പറയും, പാപിയായ എന്നോട് കരുണയുണ്ടാകാൻ, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ വർഷങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എളിമ എല്ലാം കണ്ട് ഈ ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ ഈ സന്യാസിയായി വസ്ത്രം സ്വീകരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട ഗുരുവേ, എന്നോട് അല്പമെങ്കിലും കനിവുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രവൃത്തി തന്നെ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഞാൻ ഈ വാതിൽ കാവൽക്കാരനായി നിന്നുകൊണ്ട് ഇത് ചെയ്തോളാം, ഇനിയും എൻ്റെ അഹങ്കാരം കുറഞ്ഞിട്ടില്ല എന്ന് ആ മനുഷ്യൻ ആഭട്ടനോട് പറഞ്ഞതായിട്ട് ഞാൻ ആ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാനിടയായി. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലൂടെ ഏറെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, നാം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, നാം ഇല്ലാതെയായി ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ ഈ ഒറ്റ പ്രാർത്ഥനയാണ് യേശു പറഞ്ഞ പ്രാർത്ഥന, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സ്വയം നീതീകരിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. മാത്രമല്ല, ഇനി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മറ്റുള്ളവർ തങ്ങളെ നോക്കി പ്രശംസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവ് നല്ലതല്ല എന്നാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്.
അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. കതകടച്ച് പ്രാർത്ഥിക്കുക. കതകടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരിക്കലും എന്നോട് പറഞ്ഞു, കതകടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ധരിച്ചിരുന്നത് ഈ വലിയ സ്തുതിപ്പ് ഒച്ചപ്പാടൊന്നുമല്ല, അവനവൻ്റെ മുറി കയറി മൗനമായിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് അവർ ധരിച്ചത്. കതകടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ തിരിയുക, തൻ്റെ പാപങ്ങളെയൊക്കെ ഓർക്കുക, തൻ്റെ പാപങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ദൈവകൃപ ചോദിക്കുക. അങ്ങനെ കതകടച്ച് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്, നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന പിതാവ് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയുമ്പോൾ നമുക്ക് പ്രതിഫലം നൽകും. മാത്രമല്ല, 7-ാമത്തെ വാക്യം, വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. അതിഭാഷണം, കൂടുതൽ വാക്കുകളെടുത്ത് കൂടുതൽ ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് അനുഗ്രഹത്തിന് കാരണമെന്ന് ധരിക്കരുത് എന്ന് കർത്താവ് പറയുകയാണ്. അതിഭാഷണം എന്താണ് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് പറയുന്നത്, പറയ കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയുള്ളതാണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥനാക്കാരനാകണമെന്നുള്ള കൊതി മാറ്റി വച്ചിട്ട് ഒരു ദൈവവൈതലാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. വിജാതിരെ പോലെ ജൽപ്പനം ചെയ്യരുത്. ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യം അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടാണെന്നുള്ള വിചാരത്തിലോ നമ്മൾ നീതിമാന്മാരാണെന്നുള്ള ബോധത്തിലോ അല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് ഈ ഭാഗത്തൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ഇനി നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 11-23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സംശയിക്കാതെ പ്രാർത്ഥിക്കണം. സംശയിക്കാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സംശയിക്കാതെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23 വാക്യം നമ്മളോട് പറയുകയാണ്. നിങ്ങൾ സംശയിക്കാതെ ഈ മലയോട് ചെന്ന് കടലിൽ മറയുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന തിരുവചനമാണല്ലോ. ഈ വൃക്ഷത്തോട് കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചാടുമെന്നുള്ള ഒരു ധ്യാനമാണ് ഇവിടെ കർത്താവ് തരുന്നത്. വിശുദ്ധ മർക്കോസ് 11-23 സംശയിക്കാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി. 11-ാം അധ്യായത്തിൻ്റെ 23 വാക്യം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പ്രാർത്ഥനയുടെ മറ്റൊരു രീതിയാണ് സംശയിക്കാതെ പ്രാർത്ഥിക്കുക. സംശയിക്കാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ കേട്ടതനുസരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ നിൻ്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം നീതീകരിച്ചുകൊണ്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ വിധവ ആ മനസാക്ഷിയില്ലാത്ത ന്യായാധിപനോട് ശല്യം ചെയ്യുന്നതുപോലെ മുട്ടിപ്പായി അപേക്ഷിച്ചപ്പോൾ അവൾക്ക് നീതി നടത്തി കൊടുത്തതുപോലെ ഞങ്ങൾ ഭഗ്നാശരാകാതെ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ കർത്താവേ, മറ്റുള്ളവർ തങ്ങളെ നോക്കി പ്രശംസിക്കേണ്ടതിനല്ല ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുക്കോണുകളിലൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് തൻ്റെ കതകടച്ച് അകക്കണ്ണ് തുറന്ന് തൻ്റെ അകത്തുള്ള പാപമലിനതകളെല്ലാം നീക്കിക്കളയാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സംശയിക്കാതെ ആണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾ
ഈ സമയത്ത് കേട്ടു. കർത്താവേ, ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം.